ഈ പുക പോലെ പൊങ്ങുന്നത് ആക്ച്വലി വെള്ളം വരുമ്പോഴുള്ള നീരാവി മാത്രമല്ല. ഈ ഒരു മലമടക്കുകൾക്കിടയിലൂടെയാണ് നമ്മൾ ലേയിലെ ചെറിയ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ടിബറ്റൻ വൈൽഡാസ് എന്ന് വെച്ചാൽ കാട്ട് കഴുത. ഐസാണ്, മരച്ചു പോകും. ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കാം നമുക്ക്. കിടിലം സ്ഥലമാണ്. ടാങ്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റത്തില്ലാത്ത ഒരു സാധനം, യാക്ക്. വിൻ്ററിലേക്ക് വേണ്ട ഇറച്ചി മേടിച്ച് ഉണക്കി വെച്ചേക്കുന്നുണ്ട്. കാർഗില് യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഒക്കെ സ്മാരകങ്ങൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. എന്നെ കിടിലം സ്ഥലങ്ങളെന്ന് നോക്കി. നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ടിബറ്റൻ ലഞ്ചാണ്. പാകിസ്ഥാനി സോൾജിയറിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ആറ്റമിക് റിയാക്ടർ പോലെ. തൊട്ടിപ്പുറത്തോട്ട് മാറിയിട്ട് കുളം കിടന്ന് തിളയ്ക്കുന്നുണ്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. നമ്മളിന്ന് ലഡാക്കിലാട്ടോ. നമ്മുടെ എക്സ്ട്രീം വൈൽഡ് ലൈഫ് ട്രിപ്പൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ലഡാക്കിലെത്തിയേക്കുവാണ്. നമ്മൾ കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ലേ ഫ്ലൈറ്റിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ലേയിൽ വന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളെ വരവേൽക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. മലകൾക്കിടയിലൂടെ മഞ്ഞ് ഒലിച്ചിറങ്ങുന്ന കാഴ്ച, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. അപ്പം ഈ ഒരു മലമടക്കുകൾക്കിടയിലൂടെയാണ് നമ്മൾ ലേയിലെ ചെറിയ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ലഡാക്കിൽ സ്ഥിരമായിട്ട് താമസിച്ച് ഇവിടുത്തെ ടൂർ പാക്കേജ് ഒക്കെ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള മലയാളി കപ്പിൾസ് ഉണ്ട്, സുധീഷും ജോസ്നയും. അവരുടെ ലഡാക്ക് പാക്കേജ് ബുക്ക് ചെയ്താൽ കേട്ടോ ഞാനിവിടെ വന്നേക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ലേയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഹോട്ടലിൽ തങ്ങുന്നതിൻ്റെ കാരണം അക്ലൈമറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡും ഓക്സിജൻ ലെവൽ കുറവൊക്കെ ആണല്ലോ, അതുമൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തെ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഐഡിയലി ഒരു 3 to 4 days നമ്മളിങ്ങനെ ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ആദ്യം വരുന്ന സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് നമ്മുടെ ശരീരം അതുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയ ശേഷം മാത്രമാണ് നമ്മൾ അധികം അത് കഴിഞ്ഞിട്ടുള്ള കൂടുതൽ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുകയോ അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത്. നമ്മുടെ 3rd ഡേ അങ്ങനെ അതെ നമ്മൾ 2 ദിവസത്തെ അക്ലമറ്റൈസേഷനും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതെ, ജിംനിയിലാണ് കേട്ടോ നമ്മുടെ ട്രിപ്പ്. സുധീഷിൻ്റെ ജിംനിയും കൊണ്ടാണ് നമ്മളിപ്പം ഇന്നത്തെ 3ാമത്തെ ദിവസം കറങ്ങാൻ ഇറങ്ങിയേക്കുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻലെ, ഉംലിംഗ്ല, ഈ 2 സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ. ലഡാക്കിനെ അതിൻ്റെ ഫുൾ ഭംഗിയിൽ ആസ്വദിക്കണമെങ്കിൽ ബൈക്കിൽ തന്നെ കറങ്ങണം കേട്ടോ. നമ്മൾ 2nd ഡേ ലേയിൽ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ ആയിരുന്നു, അത് ബൈക്കിലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവർ ബൈക്കും കാറും അങ്ങനെ നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് പാക്കേജ് സെറ്റ് ചെയ്ത് തരും. ബൈക്ക് ലോങ് ഡിസ്റ്റൻസിൽ നമ്മുടെ സീസൺ തീരാറായതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് കേട്ടോ ഞാൻ വേണ്ടെന്ന് വെച്ചത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാം തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഇവിടുത്തെ മെയിൻ ഭക്ഷണം കേട്ടോ ഈ ആലു പൊറോട്ടയും ഒനിയൻ പൊറോട്ടയും പിന്നെ മാഗി നൂഡിൽസും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് സിന്ധു റിവറിൻ്റെ കരയിൽ വന്നിറങ്ങിയതാണേ. കേട്ടോ ഈ ഒഴുകുന്ന പുഴ. നമ്മൾ പോകുന്ന വഴി അങ്ങ് മുതൽ റോഡിന് സൈഡിൽ കൂടെ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെയൊക്കെ മരങ്ങളുടെയൊക്കെ കളറ് കണ്ടോ. മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കും മുഴുവൻ ഇല പൊഴിയുന്നു, അതിന് മുന്നേ കളറ് മാറി വന്നേക്കുന്നതാണേ. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ഈ ഭാഗത്തൊക്കെ. മുഴുവൻ ഉരുളൻ കല്ലുകളാണേ. ഇതിനകത്തൂടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഉരുണ്ട് വീഴും. അതുപോലെ തന്നെ ചെളിയുണ്ട് നല്ല രീതിയിൽ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞുകാലം കഴിയുമ്പോഴാണ് കേട്ടോ പുഴയിലൊക്കെ നല്ല വെള്ളമാകുന്നത്. മഞ്ഞുരുക്കി തുടങ്ങുമ്പോഴത്തേക്കും മഞ്ഞുകാലത്ത് വീണ് കിടന്ന മഞ്ഞ് മുഴുവൻ ഉരുകി വെള്ളത്തിൽ കൂടെ പുഴയിൽ കൂടെ ഒഴുകി വന്നു തുടങ്ങും. നമുക്ക് ഇവിടെ പശുക്കൾ ഈ പുഴ സൈഡിൽ കൂടെ ഒക്കെ മേഞ്ഞ് കിടക്കുന്നുണ്ടോ. എന്നാൽ ഇവനൊരു ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു. വന്നപ്പോൾ മുതൽ നമ്മുടെ വരവ് അത്ര ഇഷ്ടപ്പെടാതെ കാലും കൊണ്ട് മണ്ണ് ചവിട്ടി എറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പുഴ സൈഡിൽ കണ്ട ഒരു ചെറിയ കുറ്റിക്കാട, അടിയിൽ കൂടെ മുഴുവൻ നല്ല പുല്ല് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കിടയ്ക്ക് നിർത്തിയതാണേ. എന്നിട്ടല്ലേ പുഴ കണ്ടപ്പോഴത്തേക്കും പുഴയിൽ ഇറങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളിപ്പം കിയാരി എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ പാസ് ചെയ്തത്. ഇനിയിപ്പം അടുത്ത ടാർഗറ്റ് എവിടെയാ? നോമ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. മഹേ, മഹേ എന്ന് പറഞ്ഞ മാഹിന്ന് കേട്ടോ ഞാൻ വായിച്ചത്, പക്ഷെ മഹേന്നാണ്. അപ്പോൾ ആ സ്ഥലം കഴിഞ്ഞിട്ടുള്ള നോമയിലോട്ടാണ് അടുത്ത നമ്മുടെ ടാർഗറ്റ്. നമ്മൾ വീണ്ടും യാത്ര തുടരുവാണ്. ഈ സെറ്റപ്പെല്ലാം കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ വേണം ഇവിടെ. ഗ്ലാസ് ഇല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണ്. തൊപ്പിയില്ലെങ്കിൽ ചെവി കാറ്റടിച്ച് പരിപാടി തീരും.
അതുപോലെ ജാക്കറ്റ് ഇല്ലെങ്കിൽ തണുപ്പ് അടിക്കും കേട്ടോ, നല്ല തണുപ്പാണ്. ഗ്ലൗ ഒക്കെ ആക്ച്വലി വേണം, വെയിലായതുകൊണ്ട് ഇടാത്ത. ഇപ്പം ലഡാക്കിൽ സീസൺ ഔട്ടായി കേട്ടോ, അതായത് ഒക്ടോബറാണ്. ഇനിയിപ്പം നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ളി മഞ്ഞ് വീണ് തുടങ്ങും. പിന്നെ ഏപ്രിൽ മുതലാണ് കേട്ടോ അടുത്ത സീസൺ. അപ്പം വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നിറയെ മഞ്ഞായിരിക്കും, കാരണം മഞ്ഞുകാലം കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട്. അപ്പോൾ ഏപ്രിൽ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലഡാക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവരെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് വെച്ചിരുന്നേക്കുക. അവരുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏത് ബഡ്ജറ്റിൽ വേണേലും ഇവർ പാക്കേജ് ചെയ്തു തരും കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ സിന്ധു നദിയുടെ സൈഡിൽ കൂടിയാണ് ഫുള്ള് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ പോകുന്ന വഴിയിൽ കണ്ടതാണേ. അപ്പുറ സൈഡിലോട്ട് നോക്കിയ പുഴയുടെ സൈഡിൽ കൂടെയുള്ള നമ്മുടെ നാട്ടിലെ ആറ്റുവഞ്ചിയൊക്കെ കാണുന്ന പോലത്തെ നിൽക്കുന്ന പുഴ സൈഡിൽ കാണുന്ന ഒരു ചെടിയാന്ന് തോന്നുന്നേ. കളറ് കണ്ടോ? ചെളി ഐസാണ്, മരച്ചു പോകും. വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയരുതാ. നമുക്ക് വെള്ളത്തിൻ്റെ ആണെങ്കിലും ചെടികളുടെയൊക്കെ ആണെങ്കിലും കളർ കണ്ടോ? എല്ലാ ആഴം കാണുമായിരിക്കും ഇവിടെയൊക്കെ അല്ലേ? പോയേക്കാം. നമ്മൾ യാത്ര തുടരുക കേട്ടോ. മലയുടെയൊക്കെ കളർ കണ്ടോ? ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, റെഡ് ചുവപ്പ് കലർന്ന ഒരു കളറ് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഒരു ഇലയോ ഒരു മരമോ പോലും ഇല്ലാതെ അതിന് നടുക്കൂടെ നല്ല വിശാലമായ നല്ല സെറ്റപ്പ് റോഡും. ഇത് നമ്മൾ പോകുന്ന വഴിയിലൊരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, ചുംതാങ് എന്ന് പറഞ്ഞ സ്ഥലം. അത് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന ഫ്രണ്ടിൽ കണ്ടോ? നല്ല തിളച്ച വെള്ളം വീഴുമ്പം നീരാവി പിറക്കുന്ന പോലെ തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ. പോയി കാണാം. നോക്കിയേ, നല്ല തിളച്ച വെള്ളം ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അല്ലേ, ഇതുപോലെ ചൂടുവെള്ളം ഭൂമിക്കടിയിൽ നിന്ന് വരും. പല സ്ഥലത്തും വരുന്ന ചൂടിൻ്റെ അളവിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നല്ല ചൂടുള്ള വെള്ളമാണ്, ശരിക്കും തിളച്ച വെള്ളം തന്നെയാണ് വരുന്നത്. നമുക്ക് മുഖം കഴുകാനോ കൈ കഴുകാനൊന്നും പറ്റത്തില്ല, പൊള്ളും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ഇതുപോലത്തെ ചെറിയ കുറേ കുഴികളിൽ കൂടെ ഇതുപോലെ വെള്ളം വരുന്നുണ്ടേ. എല്ലാം നല്ല ചൂടുവെള്ളം തന്നെയാണ്. നോക്കി ഉണ്ട്, ഈ പുക പോലെ പൊങ്ങുന്നത് ആക്ച്വലി വെള്ളം വരുമ്പോഴുള്ള നീരാവി മാത്രമല്ല, എന്തോ ഒരു ഗ്യാസും കൂടി ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരു ചെറിയ സ്മെല്ലും ഉണ്ട്. ഉണ്ടോ? ചൂടുവെള്ളമാണ്, ഹോട്ട് സ്പ്രിംഗ് ആണ്, തിളച്ച വെള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തിളച്ച വെള്ളത്തിലൂടെ ഒറ്റയടി കിട്ടാൻ പൊട്ടും. അതുകൊണ്ട് ചെറുതിനകത്ത് ആദ്യം ഇട്ടിട്ട് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയിടും കേട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചുമാത്താങ്. ഇതിന് കുറേ എന്നാ പറയണ്ടേ, റിജുവിനേറ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് രോഗങ്ങളൊക്കെ മാറ്റുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെന്നാണ് പറയണേ. സ്കിൻ ഡിസീസസും ജോയിൻറ്റ് പെയിൻസും ഒക്കെ ഈ ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളത്തിൽ മാറും അല്ലെ കുറയും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൽ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അതിന് തൊട്ടിപ്പുറത്തോട്ട് മാറിയിട്ട് കുളം കിടന്ന് തിളയ്ക്കുന്നുണ്ടോ? ഈ ഏരിയയിൽ മുഴുവൻ വെള്ളത്തിനടിയിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഇങ്ങനെയാന്ന് തോന്നുന്നല്ലേ? പുഴുങ്ങി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ചാട്ടം ചാടിയാൽ മതി കേട്ടോ. തെന്നി വീണ തീർന്നു. മുട്ട കുറച്ച് നേരമായി കിടക്കുന്നത്. നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മൾ ആ ചെറുതിനകത്ത് നിന്ന് വലുതിനകത്തോട്ട് നീക്കിയിട്ടായിരുന്നല്ലോ. നമുക്കൊന്ന് എടുത്തു നോക്കാം. വെന്തിട്ടുണ്ടാവണം, കാരണം ഇവിടെ നല്ല ചൂടാണ്. അതെ അതെ, നമ്മൾ സാമ്പിൾ നോക്കിയത് ഇത് ശരിക്കും വെന്തിട്ടില്ല. എന്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് നേരം കൂടി ഇരിക്കണമായിരുന്നു, നമുക്ക് തിരക്ക് കൂടിപ്പോയി. ടാങ്ക് ക്രോസിംഗ് സോൺ. അതായത് ഇവിടെ ഈ നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററിനെ ടാങ്ക് ഓടിക്കാൻ പഠിപ്പിക്കുന്നതും അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ ഏരിയ കേട്ടോ, ഈ സ്ഥലങ്ങളൊക്കെ. ഓ, ആ പുറത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ. നമുക്ക് നമ്മൾ പോകുന്ന വഴിയിലേ വലിയ താറാവും കൂട്ടം കണ്ടിട്ട് നിർത്തിയതാണേ. റോഡിനോട് ചേർന്ന് തന്നെയായിരുന്നു നമ്മളെ കണ്ടുകൊണ്ട്
അങ്ങോട്ടേക്ക് പോയി കുറേ എണ്ണം പറന്നും പോയി. എന്തുമാത്രമാണെന്ന് നോക്കി. നമ്മുടെ റൂഡി ഷെൽ ഡക്കിനെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, സ്വർണ്ണത്താറാവ്. പക്ഷെ അതല്ലെന്ന് തോന്നുന്നു. കിടിലം സ്ഥലമാണ്. എൻ്റെ കൂടെ ഒരു ലോഡ് താറാവ്. നമ്മൾ വരുന്ന വഴിയിലേ നമ്മളൊരു സാധനത്തിനെ കാണിച്ചു തരാവേ. നമുക്ക് വൈൽഡ് ലൈഫാണല്ലോ നമ്മുടെ ഇത്. എന്നാൽ പിന്നെ ഇതിനകത്തൊരു വൈൽഡ് ലൈഫും കൂടി ഇരിക്കട്ടെ. അതുകൊണ്ട് നിൽക്കുന്ന സാധനത്തെ കണ്ടോ, ടിബറ്റൻ വൈൽഡ് ആസ് എന്ന് വെച്ചാൽ കാട്ട് കഴുത. ഇവിടെ ടിബറ്റൻ ഏരിയയിൽ കാണുന്നതൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേ. ഈ ഏരിയയിലോട്ട് അത് ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഉണ്ടോ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് ഒത്തിരിയാണ്. കുതിരയുടെ വലിപ്പമുണ്ട്, കുതിര ഓടുന്നവരല്ലേ ഓടുന്നത്. ഇത് കണ്ടോ, നമ്മൾ ആ വൈൽഡ് ആസിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതാണേ. എല്ലാ ഡിസ്റ്റൻസിലാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നെന്ന് നോക്കി. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും 2 സെറ്റ് അപ്പുറത്തേക്ക് ഓടി. ബാക്കി അവിടെ നിൽപ്പുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റത്തില്ലാത്ത ഒരു സാധനം, യാക്ക്. ഇവിടെ വളർത്തുന്നത് കേട്ടോ, റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത്. കഴുത്തെ കയറൊക്കെ ഉണ്ട്. ഇങ്ങനെ മേഞ്ഞ് നടന്നോളൂ, ഇഷ്ടംപോലെ സ്ഥലമല്ലേ. ദൂരോട്ടൊക്കെ നോക്കി അവിടെ എല്ലാം നിൽക്കുന്നതാണ്. ഫുള്ള് മണലാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ കാറ്റടിച്ച് കൊണ്ടേ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. മരുഭൂമി പോലെ കിടക്കുന്നുണ്ടോ. അങ്ങ് ആ മണലിനകത്ത് മുകളിൽ ഒരു യാക്ക് നിൽപ്പുണ്ട്, താഴോട്ട് ഇറങ്ങി പറഞ്ഞ് നിൽപ്പുണ്ട്. ഈ താഴെ സൈഡിൽ കുറേ കൂട്ടമുണ്ട്. നമ്മൾ ന്യോമ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് വീണ്ടും ഹാൻലിയ റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പം കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വഴി സൈഡിൽ. എന്നാ രസമാണെന്ന് നോക്കി. ഇതിനകത്തൂടെയൊക്കെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് കേട്ടോ. ഒരു 2 താറാവ് വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട്. 2 അങ്ങോട്ടേക്കൊക്കെ മാറി കുറേ എണ്ണമുണ്ട്. മലകൾ കണ്ടോ, മലകളുടെ ഓരോന്നിൻ്റെയും ഷെയ്ഡ് കണ്ടോ, പല കളറാണ് കേട്ടോ ഓരോ മലയ്ക്കും. ഇതൊക്കെ മഞ്ഞ് മൂടി കഴിയുമ്പോഴത്തേക്കും നിന്ന് തിളങ്ങും. നമ്മൾ ഹാനിലെ അടുത്തോണ്ടിരിക്കുകയാണേ. ഇനി അധികം കിലോമീറ്റർ ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 10-25 കിലോമീറ്ററൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഉണ്ടോ, ഭൂപ്രകൃതി വീണ്ടും മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് മഞ്ഞു മലകളൊക്കെ കാണാം. ആ കാണുന്നതാണ് ഹാനിലെ വില്ലേജ് കേട്ടോ. നമ്മൾ ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്ത് ഹാനിലയിലോട്ട് എത്തിയല്ലേ. അതെ, 300 കിലോമീറ്റർ ലേയിൽ ഓടിയാണ് ഇപ്പോൾ ഹാനിലയിൽ എത്തിയേക്കുന്നത്. 300 കിലോമീറ്റർ. നാട്ടിൽ എറണാകുളത്ത് നിന്നാണെങ്കിൽ കണ്ണൂർ വരെ ചെല്ലും. നോക്കി എന്തോരം ആടുകളാന്ന് നോക്കി. കുറേ ആണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുവാണേ. എല്ലാം കൂടെ ഓടി വരുമായിരുന്നു പൊടിയും പറത്തി. നമ്മൾ വരുന്ന കണ്ടിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് പുറകിൽ നിന്ന് വീണ്ടും ഓടി വരുന്നുണ്ട് തോന്നുന്നത് കുറേ എണ്ണം. ഉണ്ട് അവിടെ ഒരു ആട്ടിടേനുണ്ട്, പുള്ളി കൊണ്ടിരുന്ന കണ്ടോ, ഒരു കൂട്ടം അതിൻ്റെ പുറകിൽ നിന്ന് വരുന്നുണ്ടോ. നമ്മൾ ഹാനിലെ സ്കൈ ഒബ്സർവേറ്ററിയിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ കാണുന്ന ഏരിയ ആണ്. അങ്ങോട്ടേക്ക് ഒത്തിരി ഉണ്ട്. തിരിച്ചിറങ്ങി വരുമ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാവേ. പരന്ന് കിടക്കുവാണ്. ഫ്രണ്ടിലോട്ടൊക്കെ കണ്ടോ, വലിയൊരു താഴ്വര. നമ്മളിതിൻ്റെ മുകളിലെത്തി വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തേ. ചുറ്റുമുള്ള മലനിരകളും ആ താഴത്തെ താഴ്വരയും കണ്ടോ. ഭയങ്കര വിശാലമായ ഒരു താഴ്വര കേട്ടോ. ഉണ്ടാകും മലയുടെ മുകളിലിരിക്കുന്ന സാധനം കണ്ടോ, അതിലേക്കാട്ടോ നമ്മൾ പോണത്. അതിനകത്തു നിന്നാണ് സ്കൈ ഒബ്സർവേഷനൊക്കെ നടക്കുന്നത്. നമുക്കതിനകത്ത് കയറി കാണാം. പക്ഷേ സയൻറ്റിഫിക് സ്റ്റഡിക്കും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ആ മെഷീനറീസൊക്കെ കണ്ടു വരാമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് നടന്ന് കയറിയപ്പോഴത്തേക്ക് ഓക്സിജൻ കുറവായതുകൊണ്ട് നല്ല കിതപ്പാണേ.
ഇതുകൊണ്ടിരിക്കുന്നേ നമ്മുടെ അണ്വായുധത്തിൻ്റെയൊക്കെ സെറ്റപ്പ് വെക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ആറ്റമിക് റിയാക്ടർ പോലെ. ഇതിന്റെ മണ്ടയിലുള്ളേ ആ മകുടി പോലത്തെ സംവിധാനം ഉണ്ടല്ലോ, അതിങ്ങനെ തുറക്കും, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ തുറക്കും. ഇത് ഈ മൊത്തം സാധനമോ? ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറുന്ന സാധനമാണ്. ഓ, അത് തുറന്നു കഴിഞ്ഞിട്ട് അതിനകത്തു നിന്നാണ് രാത്രിയാകുമ്പോൾ 8 മണിയാകുമ്പോഴേ അത് തുറക്കുള്ളൂ. ഓ, ഞാൻ വിചാരിക്കും ഈ അടച്ചു വെച്ചാൽ, ഞാൻ വിചാരിച്ചാൽ അവിടെ ചെറിയ ക്ലിക്ക് വാതിൽ പോലെ ആയിട്ടില്ല, അതിനകത്തൂടെയൊക്കെയുള്ള പരിപാടിയാണ്. ഇത് ഫുള്ള് തുറക്കും. ഓ, കൊണ്ട് ഇവിടെ കുറേ ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൽ നമുക്ക് മാറ്റി മാറ്റി മുഴുവൻ വായിക്കാം. എഴുതിയിരിക്കുന്നത് ഈ ഹാലയിലെ ഇത് ഈ പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ വെതറും ത്രൂ ഔട്ട് ഇയർ കിട്ടും, പിന്നെ ക്ലിയർ സ്കൈ ആണ് അല്ലേ? ക്ലിയർ സ്കൈ ആണ്. ഓ, നമ്മൾ ഇന്ത്യയുടെ മാപ്പ് കാണിച്ചേക്കുന്നുണ്ടോ? നമ്മൾ ആ നിൽക്കുന്ന പോയിന്റിലാണ് ഏകദേശം ഉള്ളത്. ഇതാ കേട്ടോ എക്യുപ്മെൻറ്റ്, എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം. ഞാൻ വിചാരിച്ചേ ഈ ഒരു ചെറിയ സാധനം ഇതുണ്ടോ, ഇത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ഒരു സ്പ്ലിറ്റ് കാണുന്നില്ലേ, അവിടെ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. അതിൽ കൂടി അങ്ങനെയാണ് ഫുള്ള് സ്കൈ കാണുന്നതെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നേ. ഇത് കറങ്ങൂല്ലേ? മോട്ടർ വെച്ചിട്ട് ഇത് ഇതിൻ്റെ ആവശ്യത്തിന് ഉള്ള ഡയറക്ഷനിലേക്ക് ഇങ്ങനെ. ഓക്കെ, ഈ എക്യുപ്മെൻറ്റ് മാത്രം ആ ഗ്യാപ്പിലേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ഈ ഫുൾ കൂടാരം നമ്മൾ പുറത്ത് കണ്ടില്ലേ, ഇത് മൊത്തത്തിൽ കറങ്ങുമെന്ന്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും സ്കൈ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്ലിയറായി. അല്ലെങ്കിൽ മറ്റേ മുതലാളി കള്ളം പറഞ്ഞാന്ന് വിചാരിച്ചേ. ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി, അതാ കേട്ടോ ഈ സാധനം. അതായത് നമ്മുടെ വാനനിരീക്ഷണ സെറ്റപ്പ്. ഇതുണ്ടോ, ഈ സ്കൈ നോക്കിയാൽ തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും ഇതിവിടെ കൊണ്ടുപോയി പണിത് വെച്ചേക്കുന്നതെന്നേ. എന്നാൽ ക്ലിയറാന്ന് നോക്കി. ഇതൊക്കെ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് നേരിട്ട് നോക്കിയാൽ വരെ കാണാമെന്നാണ് പറയുന്നത്. ഓ, ആ താഴ്വര നമ്മൾ മുകളിൽ നിന്ന് കണ്ട സീനില്ലേ, അത് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അവിടെയും ഉണ്ട് മുന്നേ പറഞ്ഞ പോലെ എന്തോ സിഗ്നൽ റിസീവറും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. ഉണ്ട്, നമ്മൾ മുകളിൽ നിന്ന് കണ്ട സാധനമില്ലേ, ആ സിഗ്നൽ റിസീവർ, അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ താഴെ ചെറിയ കുറേ എക്യുപ്മെൻറ്റ്സ് കാണാം. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോ സാറ്റലൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെലിസ്കോപ്പുകളാണെന്ന് തോന്നുന്നു. അതോ സിഗ്നൽ റിസീവേഴ്സാണോ? ഏതായാലും ഇങ്ങനെ ഇത് കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇവിടെ ഹാൻലേയിൽ തന്നെ ഇവർക്ക് റൂമുണ്ട്. അവിടെ റൂമിൽ പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉംലിംഗ്ലയിലോട്ട് പോവുകയാണ്. പിന്നെ അവിടുന്ന് ചൈന ബോർഡറായിട്ടുള്ള ദംചോക്കിലേക്കും ഒക്കെ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ വന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് സെക്കൻഡ് ഡേ ലേയിൽ ലോക്കൽ കറക്കങ്ങളൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ നമ്മളിവിടെ വന്നിട്ട് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ഡേയും റെസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ലേയും പരിസരങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങും കേട്ടോ. ബൈക്കിനാണേ. സെറ്റപ്പ് ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട. അപ്പോൾ നമ്മൾ കേരള ഹൗസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് ഇന്നിവിടെ തന്നെ വന്ന് ബാക്കി ദിവസം ഇന്നും കൂടെ റെസ്റ്റാണ് കേട്ടോ. നമ്മുടെ ലോക്കൽ സൈറ്റ് സീയിങ്ങിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇത് ലേ പാലസാണ് കേട്ടോ. ഇതുണ്ടോ, ഒരു മലയുടെ സൈഡിലായിട്ട് പണിത് വെച്ചേക്കുന്നതാണേ. കണ്ടിട്ട് ഫുള്ള് കരിങ്കല്ലും കൊണ്ട് പണിതുപോലെയുണ്ട്. നമ്മൾ പാലസിനകത്ത് കയറിയേ. ഇതുണ്ടോ, 9 നിലകളിലായിട്ട് 100-ൽ കൂടുതൽ റൂമുകളുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മുടെ ലേ പാലസിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഗാലറിയാണ്. ഇതിൽ കുറേ പഴയതും പുതിയതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയേ, 8ാമത്തെ നിലയിലെത്തി. ഇവിടുന്ന് താഴെ കണ്ടില്ലേ, ലേ ടൗണിൻ്റെ ഒരു വ്യൂ ആട്ടോ ഇവിടുന്ന് കാണുന്നത്. നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു ചെറിയ നിലയും കൂടി ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ പാലസിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ ഇത്. ഉണ്ടോ, ഈ പാലസിൻ്റെ ഇവിടുന്ന് മുകളിലേക്ക് നോക്കിയാൽ അങ്ങ് ടോപ്പിലായിട്ട് കാണുന്ന കേട്ടോ ഒരു മൊണാസ്ട്രിയാണ്. സെമോ മൊണാസ്ട്രി എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ പാലസിൻ്റെ പുറകുവശത്തായിട്ട് കുറച്ചുകൂടെയും പുതിയ ബിൽഡിങ്, എനിക്ക് പുതിയതായിട്ട് പണിത് വരുന്നൊരു സിറ്റി പോലെ ഉണ്ടേ.
എന്താ സുധീഷിൻ്റെ ഹിമാലയനിലാണ് നമ്മുടെ ഇന്നത്തെ ലോക്കൽ കറക്കങ്ങൾ മുഴുവനെ. ടൗണിലെ നടക്കാൻ പാടായതുകൊണ്ടാണ് ബൈക്ക് എടുക്കുന്നത്. അതെ അതെ അതെ, ടൗണിൽ നമ്മൾ ജിംനിയിലാണ് ബാക്കി നാളെ മുതലുള്ള കറക്കങ്ങൾ മുഴുവൻ. അപ്പം ടൗണിൽ ഇത് ബൈക്കാണ് എളുപ്പം എന്നുള്ളതുകൊണ്ടും സുധീഷ് നല്ലൊരു റൈഡർ ആയതുകൊണ്ടും ഇന്നത്തെ ദിവസം ഇതിന് കറങ്ങിയേക്കാന്ന് വിചാരിച്ചു. നമ്മളിത് ലേയുടെ ലോക്കൽ കറക്കങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു കടയിൽ കയറിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ലേയുടെ ലോക്കൽ ലഞ്ചാണ്. നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ടിബറ്റൻ ലഞ്ചാണ്. ഇത് നമ്മുടെ ചില്ലി ചിക്കൻ, ഇത് ഒരു ചിക്കൻ ഫ്രൈ, ഒരു വ്യത്യസ്തതയുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ഇതൊരു മോമോസ്, ഇത് വേറൊരു ടൈപ്പ്, ഇത് മറ്റൊരു ടൈപ്പ്. ഇതിൻ്റെ പേര് വല്ലതും അറിയാമോ? ഇത് ഫ്രൈഡ്, ഇത് സ്റ്റീംഡ്, ഇത് ചില്ലിയാന്ന് തോന്നുന്നു അല്ലേ? ആ അതെ, ഇത് ചില്ലിയുടെ വേറൊരു വെറൈറ്റി. ഇത് ഇവിടുത്തെ ലോക്കൽ ബ്രെഡാണ് കേട്ടോ. ടിമോ എന്നാണ് ഇതിന്റെ പേര്. ഇത് സ്റ്റീംഡ് ബ്രെഡാണ്. നമ്മുടെ പൊറോട്ട പോലെ സ്റ്റീം ചെയ്ത ബ്രെഡാണ്. പൊറോട്ട പോലെ അല്ലേ? കൂടുതൽ കഴിക്കാനുള്ള ചട്നി സാധനങ്ങളൊക്കെ. അല്ലാതെ ഇവിടെ ഒത്തിരി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. മുഴുവൻ ഓർഡർ ചെയ്താൽ നമുക്ക് കഴിക്കാം. അതെ, നമ്മൾ രണ്ടുപേർക്ക് ഇതിൽ കൂടുതലൊന്നും. ആപ്പിളിന്റെ ഡ്രിങ്കാണ്. ബിയർന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ബിയർ അല്ല. നമ്മുടെ ആപ്പി ഫിഷ് ഒക്കെ പറഞ്ഞു. ഒരു പ്രത്യേക തരത്തിൽ ഫ്രൈ ചെയ്തേക്കുന്ന ചിക്കനാട്ടോ, കോക്കനട്ടോ ഏതാണ്ടൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇവിടുത്തെ മിക്ക സാധനങ്ങളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാവേ. ഉണ്ട് ഇതുപോലെ വലിയ നമ്മുടെ നാട്ടിൽ ഒക്കെ കാണത്തില്ലേ ചില നോർത്ത് ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ തന്തൂരിയൊക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ ഉണ്ട് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കാം നമുക്ക്. പിന്നെ രസം ഇവിടുന്ന് ഇതുപോലെ പരത്തിയെടുക്കും, എന്നിട്ട് ഇതിനകത്തോട്ട് പതിപ്പിക്കും. ഇന്നിപ്പോൾ ലഞ്ച് കഴിക്കാൻ നമ്മൾ മാർക്കറ്റിലാണ് വന്നത്. അപ്പം മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ഒരു അക്കാമ്മ എന്ന് പറഞ്ഞൊരു ടിബറ്റൻ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അന്നേരം ഇതും കൂടെ കണ്ടിട്ട് പോകാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയത്. അതുകൊണ്ട് കുറേ ഉണ്ട് ഇവിടെ. നമ്മളിവിടുത്തെ ഒരു മിലിറ്ററി മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. എൻ്റെ ഫ്രണ്ടിലുണ്ടാക്കി വെച്ചേക്കുന്ന ടാങ്കൊക്കെ ഉണ്ടോ, ഈ മണ്ടൻ ടാങ്ക്. ഇവിടെ 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ. 3 കുറേ ഉണ്ട്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ലഡാക്കിൻ്റെയും ഒക്കെ തനത് മലനിരകൾ. ചിലതിൻ്റെയൊക്കെ മുകളിൽ ചെറുതായിട്ടൊക്കെ ഐസ് കാണും, അങ്ങ് ദൂരോട്ടുള്ളതിൻ്റെയൊക്കെ. നോക്കിയേ, ടാങ്ക് മാത്രമല്ല, ചെറിയ റോക്കറ്റ് ലോഞ്ചറോ പീരങ്കി പോലത്തെ സെറ്റപ്പ്. ഞാൻ കാണുന്നത് കേട്ടോ മ്യൂസിയം. നിങ്ങൾ അതിനകത്തോട്ടാണ് കയറുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ലേയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ. ഹാൾ ഓഫ് ഫെയിം, ഇത് ഒരു മിലിറ്ററി മ്യൂസിയം കേട്ടോ. നമുക്ക് അകത്ത് കയറി നോക്കാം. ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് മൊത്തത്തിൽ കാർഗിൽ വാറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ആണ് കേട്ടോ. ഇത് അതിലുപയോഗിച്ച വെപ്പൺസും ഒക്കെ ആയിരിക്കും അല്ലേ? ഇത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ പിടിച്ചെടുത്തതും ഒക്കെയാണ്. എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, പാകിസ്ഥാനി ഗൺ മെഷീൻ. റോക്കറ്റ് ലോഞ്ചറും ഇത് അവരുടെ ആയിരിക്കുമല്ലോ. ഇതൊക്കെ അവരുടെ പിടിച്ചെടുത്തതായിരിക്കും. പാകിസ്ഥാനി റോക്കറ്റ് ലോഞ്ചർ ക്യാപ്ചേർഡ്. ഇതല്ലാതെ പാകിസ്ഥാനിയാണല്ലേ? ഇത് നമ്മളുടെ പാകിസ്ഥാൻ ഇന്ത്യ വാർ നടന്നപ്പോൾ പാകിസ്ഥാനി സോൾജിയറിൻ്റെ, അതായത് ഡെഡായ പാകിസ്ഥാനി സോൾജിയറിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അയാളുടെ വീട്ടിലേക്ക് എഴുതിയ കത്ത്. പക്ഷേ അയാൾക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനിപ്പോൾ അയാൾ മരിച്ചുപോയി. അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ തോന്നുന്നില്ല ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, ഇത് കാർഗിൽ വാർ മ്യൂസിയം എന്നൊക്കെ വിളിക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു മൊത്തത്തിൽ അതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. ആ കാണുന്ന സാധനമാണ് കേട്ടോ കാർഗിൽ. അപ്പോൾ അവിടെയായിട്ടാണ് കാർഗിൽ വരുന്നത്. ബാക്കി കുറേ സ്ഥലങ്ങൾ ഒന്നും തന്നെ അങ്ങനെ കേട്ടുപരിച്ചുള്ളതല്ല. ഈ ഏരിയയിലൊക്കെയാണ് യുദ്ധം നടന്നത്. ടൈഗർ ഹില്ലൊക്കെ പറയുന്നുണ്ടല്ലോ അതിനകത്ത്.
ഉണ്ട് ഈ ഒരു റെഡ് സാധനം. ഞാൻ വിചാരിച്ചു വല്ലോ മറ്റേ വാർ എക്യുപ്മെൻറ്റ് വരിക്കുന്നത്, പക്ഷേ ഇത് മർദ്ദം കുറയ്ക്കാനുള്ള സാധനമെന്ന് പറഞ്ഞു. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഒക്കെ ബാധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കയറ്റി കിടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ സീ ലെവൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഏതാണോ നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ ഒരു പ്രഷറിലേക്ക് സെറ്റ് ചെയ്യുന്നു. ആൾട്ടിറ്റ്യൂഡ് ചേംബർ എന്നാണ് ഇതിന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് ചേംബർ. നോക്കിയാൽ നമ്മുടെ മ്യൂസിയത്തിനോട് ചേർന്നിട്ടേ ഇതേ കാർഗില് യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഒക്കെ സ്മാരകങ്ങൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. കാർഗിൽ വാർ സെമിത്തേരി എന്നാണ് ഇവർ ഇതിന് പേരിട്ടേക്കുന്നത്. ജസ്റ്റ് സ്മാരകങ്ങൾ മാത്രമാണ്. എന്തുമാത്രം ആൾക്കാരാണ് ഈ എണ്ണിയാ തീർത്തില്ല. എനിക്ക് വലിയ ഇതൊക്കെയാണ് ഒരു യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്നെ കിടിലൻ സ്ഥലങ്ങളെന്ന് നോക്കി, ഫുള്ളും മരത്തിൻ്റെ ഇലയെല്ലാം നല്ല മഞ്ഞ നിറത്തി നിൽക്കുവാണേ. കിടിലൻ സ്ഥലം, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇവരിവിടെ ബൈക്കൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് തന്നെയുണ്ട് ഇഷ്ടംപോലെ ബൈക്കുകൾ ഇതുപോലെ പാക്കേജ് ചെയ്യുന്നവർക്ക് ബൈക്ക് ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചെറിയ എക്സ്പെൻസിൽ ചെയ്യാൻ പറ്റും കേട്ടോ. 20,000 രൂപ മുതൽ തുടങ്ങുന്ന പാക്കേജുകളൊക്കെ ഉണ്ട്. ഒരു 5-8 ദിവസത്തെ ട്രിപ്പെങ്കിലും വരണം, എന്നാലേ നമുക്ക് ലേ ലഡാക്കൊക്കെ ഒരു കുറേ ഭാഗങ്ങളൊക്കെ എങ്കിലും കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അതിനുമാത്രം സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഈ സുധീഷും ജോസിനെയും ലഡാക്കിൽ വന്നിട്ട് കുറേ കാലമായി കേട്ടോ. അപ്പം ലഡാക്കിൽ വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക മലയാളികൾക്കും ഇവരെ അറിയാമായിരിക്കും. ഇവരൊരു ഫേമസ് കപ്പിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഡാക്കിൽ യാത്രാ സംബന്ധമായി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പാക്കേജൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം സീസൺ ഏപ്രിലാണ് ഇവിടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തേക്ക് നിങ്ങൾക്ക് പാക്കേജൊക്കെ വേണമെങ്കിൽ ഇവരുടെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടേ. നമുക്ക് ലഡാക്കിലൊരു വീടൊക്കെ ഒന്ന് കാണാവേ. നമ്മുടെ സുധീഷിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഓക്കെ, ഇതേ ലഡാക്കിലെ വീടിൻ്റെ ഉൾവശം കേട്ടോ. നമ്മൾ മുകളിലത്തെ നിലയിലോട്ട് വന്നേക്കാണ്. ഈ ലഡാക്കിലെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഒരു 2 സിറ്റിംഗ് ഏരിയ ഉണ്ടാവും. ഒരെണ്ണം ഫാമിലിക്കൊക്കെ ഇരുന്ന് അവരുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ കുറച്ച് അയൽവക്കംകാരൊക്കെ വന്നു കഴിഞ്ഞാൽ കിച്ചൺ വിത്ത് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടാവും. ഇത് കുറച്ച് ഫങ്ഷനൊക്കെ നടത്താനുള്ളൊരു ഹാളാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവും. ഇതൊരു കിച്ചണാണ്. ഇവിടെയും കുക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ വേണം കുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ആ ഒരു സിംബലൈസ്ഡ് ആണ്. ഇത് വുഡനാണ് ശരിക്കും. ഇത് മെറ്റൽ കൊണ്ടുള്ള അടുപ്പാണ് ഇത് സത്യത്തിൽ ഇത്. ഹാളിൽ നിന്ന് കയറുന്ന രീതിയിൽ കുറേ റൂംസ് ഉണ്ടാകുന്നുണ്ട്. 1, 2, 3 ബാത്റൂംസ് ഒക്കെയാ. ഇവിടെ റൂമാണ്. വീണ്ടും പ്രൈവറ്റ് സിറ്റിംഗ്. ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇതൊരു വേറെ റൂമാണ്. ഇതുപോലെ കുറേ റൂമുണ്ട് കേട്ടോ. ശരി, നമ്മൾ കണ്ട ഹാള് കൂടാതെ ആ ഹാള് പോലെ തന്നെയാണ് കേട്ടോ എല്ലാ റൂമുകളും. വിൻ്ററിലേക്ക് വേണ്ട ഇറച്ചി മേടിച്ച് ഉണക്കി വെച്ചേക്കുന്നുണ്ടോ? മുകളിൽ തൂക്കിയിട്ടേക്കുന്ന വഴിക്ക് 4-5 മാസത്തേക്ക് ഒന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈവൻ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുമോ? ഷോപ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. എന്നാലും എല്ലാ സാധനമൊന്നും ഉണ്ടാവില്ല. അവര് അത്യാവശ്യം വേണ്ട എല്ലാം മേടിച്ച് സൂക്ഷിക്കും അല്ലേ? ഗോതമ്പെല്ലാം പൊടിച്ച് അരിയെല്ലാം പൊടിച്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റോറിനകത്ത് ഇറച്ചിയൊക്കെ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കും. എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്യും. ഇതേ സോബോളയും പിന്നെ ഇത് ഈ പെട്ടിക്കകത്തെല്ലാം സാധനങ്ങളാണെന്നാ പറഞ്ഞു കേട്ടോ. ഇവിടെ ഒരു സ്റ്റോർ റൂം ഇവിടുത്തെ മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെയാണെന്നാ പറഞ്ഞത്. അപ്പുറത്തെ ഒരു സ്റ്റോറും കൂടെ ഉണ്ട്. അതിനകത്ത് അരിപ്പൊടി സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത്. ഓക്കെ, അത് കൊള്ളാമല്ലേ ഇവിടുത്തെ സിസ്റ്റം. എനിക്ക് ഇറച്ചി ഉണങ്ങി കഴിക്കുന്നത് കണ്ടിട്ട് കണ്ട എന്നതായിരിക്കും. ഇതാടാ ആടാണോ? എന്നെ ചായയുടെ പ്രത്യേകത ഉപ്പ് ചായയോ? ഉപ്പ് പഞ്ചസാരയ്ക്ക് ഒരു ഉപ്പാണ് ഇടുന്നത് ചായകളോ? അതിവിടെ പണ്ട് കാലത്ത് പഞ്ചസാര കിട്ടില്ലല്ലോ. ഇവിടെ ഉപ്പാണ് ഉള്ളത്. ശരി, ഉപ്പ് ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. കുടിച്ചു നോക്കാം. പറയും ബട്ടർ ഇട്ട് ഉപ്പും ചായയും കൂടെ എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊള്ളാം കേട്ടോ. കാരണം ബട്ടറും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് വേറൊരു ടേസ്റ്റ്. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്ന മരങ്ങളൊക്കെ ഇലയൊക്കെ പഴുത്തു തുടങ്ങി. ഇനി വിൻ്ററല്ല വരുന്നത്, മുഴുവൻ ഉണങ്ങിയിട്ട് ഈ ചില്ലകൾ മാത്രമാവും. എനിക്ക് ചെറിയൊരു ചാലും. ഇവിടുത്തെ ഒരു പശു എന്തോ നിൽക്കുന്നത്. എനിക്ക് നല്ല രോമങ്ങളുള്ളതുകൊണ്ടേ
നല്ല കളർഫുൾ പശു. നല്ല രസമില്ലേ കാണാൻ. ഈ താഴെ കാണുന്ന കേട്ടോ നമ്മളിപ്പോൾ കയറിയ വീട്, സുധീഷിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഇവിടുത്തെ വീടുകളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര വലുതാണ്. എന്നാൽ ചെറിയ വീടുകളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം സമ്പന്നരുടെ വീടുകളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. നേരം വൈകിയതോടുകൂടി അവിടെ മാത്രം ലൈറ്റ് അടിക്കുന്ന, മലകളിൽ മാത്രം തിളങ്ങി നിൽക്കുന്നത്. മഞ്ഞുള്ള സമയത്താണെങ്കിലും വെട്ടി തിളങ്ങുന്നത്. സ്റ്റോക്ക് പാലസ് ആണ് ഇവിടുത്തെ രാജാവ്. ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത് കേട്ടോ. ഓ ഇവിടുത്തെ നമ്മളിപ്പം മുമ്പേ പോയ ലേ പാലസിലുണ്ടായിരുന്ന അവരുടെ പിന്തുടർക്കാരല്ലേ? അതെ അതെ. ഈ പാലസിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ പാലസ് നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ് വീണ് കിടക്കുകയാണെങ്കിൽ തിളങ്ങിയാനല്ലേ ഇപ്പം വെയിലടിക്കുമ്പോൾ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മഞ്ഞ് വീണ് തുടങ്ങുമായിരിക്കും അല്ലേ അവിടെ എല്ലാം? ഈ മാസം ലാസ്റ്റ് വരുന്ന വീഴും. ഈ മാസം അവസാനത്തോടു കൂടിയാണ്. നമ്മൾ വൈകിട്ട് ഇവിടുത്തെ ലേ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. ഉണ്ടോ വൈകിട്ടായപ്പോഴത്തേക്കും മാർക്കറ്റ് ആക്റ്റീവായി. നിറയെ ആളുകളും രണ്ട് സൈഡിൽ. നമ്മുടെ എന്നാ പറയണ്ടേ, നാട്ടിലുള്ള മാർക്കറ്റുകളൊക്കെ പോലെ തന്നെ, പക്ഷെ ഇവിടെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ടെന്ന് മാത്രം. കമ്പിളികളും അല്ലെ ഇവിടുത്തെ ക്ലൈമറ്റിനോട് ഇണങ്ങിയ, ഇവിടുത്തെ കൾച്ചറിനോട് അടങ്ങിയ സാധനങ്ങളാണ് ഇവിടുത്തെ മാർക്കറ്റിൽ ഫുള്ള്. ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ മുഴുവൻ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ള ഐറ്റംസാണ് ഇതൊക്കെ. നമ്മൾ ടിബറ്റൻ കോളനികളൊക്കെ കണ്ടിട്ടില്ലേ ഒരു സാധനം. ഇപ്പം സീസൺ എൻഡിങ് ആയതുകൊണ്ടാണ്, ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും സീസൺ കഴിയും. അതുകൊണ്ടാണ് അല്ലേ ഇവിടെ നടക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നല്ല തിരക്കാവുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിനിടയ്ക്കൂടെ ഒക്കെ ഉണ്ട് നമ്മുടെ, ഞാൻ പറയില്ല, നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകൾ പോലെ ഇതിനകത്തൂടെയൊക്കെ കയറി പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻലേയിൽ നിന്ന് ഉംലിങ്ങിലൊക്കെ പോയി അവിടുന്ന് ദംജോക്കിൽ പോയി ചൈനയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലാണ്. ഇതുപോലത്തെ ഒരുപാട് ട്രാവൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ട്രിപ്പുകളും സഫാരിയും ട്രക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ ചാനലിൽ കൂടുതലും. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ലഡാക്ക് ട്രിപ്പ് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.